ജോർ മീഡിയ ദ എക്കോ ചേംബറിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രേണു സിദ്ധ്. നമ്മുടെ കൂടത്തായി ജോളിയെ ആരും മറന്നു കാണാൻ ഇടയുണ്ടാവില്ല. എന്നാൽ കൂടത്തായി ജോളിയെക്കാട്ടിൽ ഇന്ത്യ പേടിച്ചിരുന്ന ഒരു പേരുണ്ടായിരുന്നു, സൈനൈഡ് മല്ലി. കർണാടകയിലാണ് അവരുടെ വീട്. അവരെ കെമ്പമ്മ എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. കെമ്പമ്മ ഒരു സാധാരണ സ്ത്രീയായിരുന്നു. വിവാഹം കഴിഞ്ഞു. ഭർത്താവ് തയ്യൽക്കാരനായിരുന്നു. 3 കുട്ടികളുണ്ടായി. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവര് ഒരു വീട്ടുവേലയ്ക്ക് പോകുന്നത്. വീട്ടുവേലയ്ക്ക് പോയി അവിടുന്ന് ഇവര് ഒരു പവന്റെ സ്വർണം എന്തോ മോഷ്ടിച്ച് ഇവരെ കൊണ്ടുവന്ന് ജയിലിലിട്ടു. ഈ 6 മാസം ജയിലിലിടുന്ന സമയം കഴിഞ്ഞ് മാനസാന്തരം വന്നാണ് സാധാരണ ആളുകൾ വെളിയിൽ വരുന്നത്. എന്നാൽ കെമ്പമ്മ വെളിയിൽ വന്നത് നല്ല ഒന്നാന്തരം ക്രിമിനലായിട്ടാണ്. ആ 6 മാസം കൊണ്ട് ജീവിതത്തിൽ എന്തൊക്കെ പ്ലാനുകളുണ്ടോ, അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം അവർക്ക് ധനികയാവണമെന്നായിരുന്നു. സാമ്പത്തികമായിട്ട് നല്ല റിച്ച് ആയിട്ട് ജീവിക്കണം, ആഡംബരത്തിൽ ജീവിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ആഗ്രഹം. ആ 6 മാസം കൊണ്ട് അതിനുള്ള എല്ലാ പ്ലാനും തയ്യാറാക്കിയാണ് കെമ്പമ്മ വെളിയിൽ വരുന്നത്. വെളിയിൽ വന്നതിന് ശേഷം കെമ്പമ്മ കുറച്ച് നാള് അനങ്ങാതെ സൈലന്റ് ആയിട്ടിരുന്നു. അതിനുശേഷം കെമ്പമ്മ ഒരു ചിട്ടി തുടങ്ങി. അതായത് 5000, 50,000, 1,00,000 രൂപയ്ക്കുള്ള ചിട്ടി. ആ ചിട്ടി ചേർന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പം കെമ്പമ്മയെ കാണാനില്ല. കെമ്പമ്മ ഈ കാശുമായിട്ട് മുങ്ങിക്കഴിഞ്ഞ് ദൂരെ എങ്ങും പോയില്ല. ഒരു 10-25 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഇവര് താമസിച്ചു. കാരണം ഈ ആൾക്കാരെ, അതായത് ഇവര് പൈസ കൊടുത്ത ആൾക്കാര് ഇവരെ കാണണം എന്നുള്ള രീതിയിലാണ് ഇവർ ഈ 10-25 കിലോമീറ്റർ സറൗണ്ട് പോയി താമസിക്കുന്നത്. പോകുമ്പോൾ ഹസ്ബൻഡിനെയും കൊണ്ടുപോയി, കുട്ടികളെ കൊണ്ടുപോയി, അവരുടെ അമ്മായിയമ്മയെ കൊണ്ടുപോയി അവരൊരു വീടെടുത്ത് താമസിച്ചു. ഇവരോട് ഈ പൈസ ചോദിക്കാൻ വന്ന ആൾക്കാരോടല്ല ഇവര് പറഞ്ഞത്, കൈ നോർത്തി കാണിച്ചു, എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ ഈ തലേ ഉള്ളൂ, ഇത് വേണമെങ്കിൽ പണയം വെച്ച് കാശ് വാങ്ങിച്ചു എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറഞ്ഞില്ല. എന്ന് പറഞ്ഞൊക്കെ നിങ്ങൾ പണയം വെച്ച് കാശ് വാങ്ങിച്ചു, എന്റെ കയ്യിൽ 5 പൈസയില്ല. ഇങ്ങനെ അപ്പൊ ഇവരുടെ കയ്യിൽ ഒന്നും ഇല്ലാന്ന് മനസ്സിലായി കഴിഞ്ഞ് ആൾക്കാർ ചോദിക്കും. എന്നാലും ഇവർക്കെതിരെ കേസ് കൊടുക്കുവോ അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞൊരു സുപ്രഭാതത്തിൽ ഈ കെമ്പമ്മ പുതിയതായിട്ട് താമസിക്കാൻ വന്ന സ്ഥലത്ത് നിന്നും ഇതേപോലെ പിന്നെ ഈ തൊഴിൽ തുടങ്ങി. അവിടുന്ന് കുറേയേറെ കാശ് അടിച്ചു മാറ്റി കൊണ്ടുവന്ന് ഈ സ്ഥലത്തോട്ട് വന്ന് ഇവർക്ക് ആൾക്കാർക്ക് കൊടുത്തു. കണ്ടോ, ഞാൻ വളരെ സത്യസന്ധയാണ്, എന്റെ കയ്യിൽ കാശില്ലാഞ്ഞിട്ടാണ് ഞാൻ തരാഞ്ഞത്, ഇപ്പൊ കണ്ടോ നിങ്ങൾ കാശ്, ഞാൻ തിരിച്ചു തരാൻ വന്നതാണെന്നുള്ള രീതിയിൽ ഈ കാശ് ഇവർക്ക് എല്ലാവർക്കും കൊടുത്തു. ഇവർക്ക് ഭയങ്കര വിശ്വാസമായി. ഈ ആദ്യം ചിട്ടി ചേർന്ന ജനങ്ങൾക്ക് ഭയങ്കര വിശ്വാസമായി. ഇവർ കൂടുതൽ തുക കൊടുത്ത് കെമ്പമ്മ സൈനൈഡ് മല്ലിയെ നല്ല രീതിയിൽ വളർത്തിവിട്ടു. ഒരു കാലഘട്ടത്തിൽ വലിയൊരു എമൗണ്ട് ആയപ്പം ഈ കെമ്പമ്മ ഈ പൈസ എടുത്തുകൊണ്ട് ഹസ്ബൻഡിനെയും കുട്ടികളെ ഉപേക്ഷിച്ച് വേറൊരു സ്ഥലത്തോട്ട് പോയി. കർണാടകയിൽ തന്നെ വേറൊരു സ്ഥലത്ത് പോയി അവിടെ ഈ പുതിയ ഒരു മേഖല, അതിന് ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ല ബിസിനസ് എന്താണെന്ന് അറിയാമോ? ഭക്തിക്കാണ് നല്ല മാർക്കറ്റ്. അവിടെ പോയി കെമ്പമ്മ ഭക്തി മാർഗം സ്വീകരിച്ചു. ആളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റി, ആളുടെ ഹെയർ സ്റ്റൈല് മാറ്റി, വസ്ത്രധാരണം മാറ്റി. ഒരു കാവ്യൊക്കെ കൊടുത്തിട്ട് കെമ്പമ്മ തലയിലൊരു ജടയുള്ള മുടിയൊക്കെ ഫിറ്റ് ചെയ്ത് സന്യാസിയാന്നുള്ള രീതിയിൽ ഒരു അമ്പലത്തിൽ പോയിരുന്നു. ഈ അമ്പലത്തിൽ പോയിരുന്നിട്ട് അപ്പൊ അവിടുത്തെ നമ്മുടെ തിരുമേനി ഉണ്ടല്ലോ, അപ്പൊ തിരുമേനി ചോദിക്കും, എന്താ, ആരാ, എവിടുന്ന, ഏത് സ്വാമിയാന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഞാൻ 3 സമുദ്രം ചേരുന്ന ഇടത്തുനിന്ന് വന്നതാണ്, അവിടുന്നുള്ള വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ നിയോഗം എന്ന് പറയുന്നത് സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളുടെ കഷ്ടതകൾ കാണുക, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത് എന്നെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന് പറയും. ഈ പൂജാരിക്ക് എത്ര വിശ്വാസമാകുന്നില്ല. എങ്കിലും പൂജാരി ഇവർക്കൊരു സ്ഥലം കൊടുക്കും, അവിടെ ഇരുന്ന് ധ്യാനിച്ചോളാൻ പറയും, അവിടുന്ന് ധ്യാനിക്കും. ഇവര് പക്ഷെ തരത്തിൽ ധ്യാനിക്കുകയല്ല ചെയ്യുന്നത്. ഇവര് ആ അമ്പലത്തിൽ വരുന്ന എല്ലാവരെയും ഇവര് വാച്ച് ചെയ്യത്തില്ല. ഈ ചിലരെ കണ്ടുണ്ടോ, നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ചിലർ മനസ്സ് വിട്ട് കരയും. നമ്മൾ നടയിൽ നിന്നിട്ട് വളരെ എത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ പബ്ലിക്കിൽ കാണത്തില്ല. അവരുടെ മുന്നിൽ ദൈവം, നമ്മൾ അങ്ങനത്തെ ഒരു ദൈവത്തിനോട് ഇടനിലക്കാരില്ലാതെ
നേരിട്ട് പറയുന്ന ഒരു രീതിയുള്ള ആൾക്കാരുണ്ട്. അവര് ആരെ നോക്കത്തില്ല, നേരെ കടന്നങ്ങ് സ്വാമിയെ പ്രാർത്ഥിക്കും. പിന്നെ കരയും വലിയ വായിലെ, പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ചെയ്യുന്നു. അപ്പൊ ഈ കരയുന്ന, മനസ്സ് വിട്ട് കരയുന്ന കുറെ ആൾക്കാരെ ഒരു 5 പേരെ ഇവര് കണ്ടുപിടിക്കും. അവര് പ്രത്യേകിച്ച് പണക്കാരാണ്, ഏറ്റവും വലിയ സാമ്പത്തികമുള്ള ആൾക്കാര്. ഇവരെ 5 പേരെയും ഇവര് സെലക്ട് ചെയ്തിട്ട് ഇവരോട് പറയും പൂജ ചെയ്യാം. അതായത് ഈ 3 നദി ചേരുന്നിടത്തെ വെള്ളം കൊണ്ട് ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർത്തു തരാം, എൻ്റെ അടുത്ത റൂമിൽ താമസിക്കുന്നുണ്ട്, അങ്ങോട്ട് വരാൻ പറയും. ഇവര് അവിടെ കൊണ്ടുപോയിട്ട്, അപ്പൊ ഈ പൂജാരി വാച്ച് ചെയ്യുന്നുണ്ട്. പൂജാരിക്ക് സംശയം നിന്നിട്ട്, ഇപ്പൊ പൂജാരി വാച്ച് ചെയ്യുമ്പോൾ എന്താണ് ഭയങ്കര പൂജയും കാര്യങ്ങളും സ്ലീഹയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പൂജാരിക്ക് വിശ്വാസവും, എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവരെന്ന് പറയും. അങ്ങനെ 1999 മമത എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഇവര് കൊണ്ടുപോയി പൂജ ചെയ്യാം, നിന്റെ കഷ്ടപ്പാടെല്ലാം തീരും, നിന്റെ വിഷമങ്ങൾ തീരും, നീ സർവാഭരണ വിഭൂഷിതയായിട്ട് എന്റെ കൂടെ വന്നിട്ട് അവിടെ ഒരു കുളമുണ്ട്, അമ്പലക്കുളം. അമ്പലക്കുളത്തിൽ നമ്മൾ മുങ്ങി നിവരുമ്പോഴത്തേക്കും ഞാൻ തരുന്ന പുണ്യാഹം കഴിച്ചു കഴിയുമ്പോൾ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് പറയും. മന്ദബുദ്ധിയായ മമത കൂടെ പോവും. സ്വർണ്ണാഭരണം എല്ലാം അഴിച്ച് ഈ വിറയിൽ കൊടുക്കും. കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞ കവറയിലോട്ട് കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി പൂജ കഴിഞ്ഞ് മുങ്ങി നൂർന്നിട്ട് തിരിച്ചു വരും. തിരിച്ചു വരുമ്പം മമതയുടെ കയ്യിലോട്ട് ഒരു പുണ്യാഹം ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുത്തിട്ട് പറയും, ഇത് കുടിച്ചോ. കുടിച്ചിട്ട് വീണ്ടും പോയി മുങ്ങിയിട്ട് വരാൻ പറയും. മമത പോയി പുണ്യാഹം കുടിച്ചിട്ട് വീണ്ടും പോയി മുങ്ങും. മുങ്ങിക്കഴിഞ്ഞ് ആരുമില്ല, മമതയും പൊങ്ങി വന്നില്ല, മല്ലികയും കാണാനില്ല. അപ്പൊ പൂജാരി തപ്പി വരുമ്പോ, ഈ മമതയെ കാണാൻ മമതയുടെ ആൾക്കാരൊക്കെ തപ്പി വരുമ്പോ പൂജാരി ഇവരെ തപ്പും, മല്ലികയെ തപ്പും. അപ്പം മല്ലികയെ കാണുന്നില്ല. അങ്ങനെ കേസായി പ്രശ്നമാവുമ്പം മനസ്സിലാവും ഈ സ്ത്രീയാണ് ഇത് ചെയ്തത്. പക്ഷെ ഇവരവിടുന്ന് മുങ്ങി, ഇവരെങ്ങോട്ട് പോകാൻ അറിയത്തില്ല. പിന്നെ ഇവര് പൊങ്ങുന്നെന്ന് പറയുന്നത്, ഇവരുടെ കയ്യിൽ ഈ മമതയുടെ സ്വർണങ്ങൾ വിറ്റ കാശുണ്ട്. ഈ കാശുമായിട്ട് ഇവര് പിന്നെ പൊങ്ങുന്നത് വേറൊരു വലിയ ഹോട്ടലിലാണ്. ഹോട്ടലിൽ വന്നിട്ട് ഇതേ സന്യാസി വേഷമാണ്. അവിടെ വന്നിട്ട് പറയും, ഇതേപോലെ ഞാൻ വലിയൊരു സന്യാസിയാണ്, എനിക്ക് റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ എന്നെ മീറ്റ് ചെയ്യാൻ വരും, അതുകൊണ്ട് എനിക്ക് നല്ലൊരു റൂം വേണമെന്ന് പറഞ്ഞ് റൂം എടുക്കും. ഹോട്ടലുകാർക്ക് 2 ലക്ഷം രൂപ കൊടുക്കും, അഡ്വാൻസ് ആയിട്ട് കൊടുക്കും. 2 ലക്ഷം ഒക്കെ കൊടുക്കുമ്പോൾ ഇത് റിച്ച് ആണ് എന്നുള്ള രീതിയിൽ പോയി ഇവരും കൊടുക്കും. റൂമിൽ കയറും ദിവസവും. അപ്പം റൂമിൽ പോകുന്ന സമയത്ത് പറയും, ഇതേപോലെ എന്നെ കാണാൻ വരുന്ന ആൾക്കാരെ എല്ലാ റൂമിലോട്ട് അയച്ചു വിടണം, സ്വാമി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞു വിടണമെന്ന് പറയും. ഇവരും വരുന്നവരെല്ലാം അവിടെ നല്ല സ്വാമിയുണ്ട്, ചെല്ല്, സ്വാമിയോ ഭക്തിയോടെ സ്വാമിക്ക് ഡിസ്റ്റർബ് ചെയ്യാതെ പോകണമെന്നൊക്കെ ഈ ഹോട്ടലുള്ളവർ പറയും. കാരണം 2 ലക്ഷം രൂപ വാങ്ങിച്ചല്ലേ. അങ്ങനെ അവിടെ സ്വാമിയെ കാണാൻ ആൾക്കാർ വരും. സ്വാമി നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകും. അപ്പൊ അതായത് ഓരോരുത്തരും നല്ല ഒരു ഇരയെ കിട്ടണം അവർക്ക്. അങ്ങനെ ഒരു നിരയെ കിട്ടും. ഇതിനകത്ത് എന്താണ് പ്രശ്നം വെച്ചാൽ, ഇവരുടെ ഈ മമത എന്നുള്ള പേരല്ലാതെ ഇവര് മരിച്ച ആൾക്കാരെ ആരുടെയും പേര് ഈ മല്ലികയ്ക്ക് അറിയത്തില്ല. ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്യുക, കാശ് വാങ്ങിക്കുക, വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പം ഈ ദിവസവും വരും, കാണുമ്പോൾ അതിനകത്ത് ഒരു ദിവസം ഒരു സ്ത്രീ വരും. ഇവര് കൊന്നവരെല്ലാവരും സ്ത്രീകളായിരുന്നു. അപ്പം ഇവരെയാണല്ലോ പെട്ടെന്ന് മയക്കെടുക്കാൻ പറ്റുന്നത്, എന്ത് പറഞ്ഞാലും വീഴും. അപ്പം ഒരു ദിവസം ഈ ഒരു സ്ത്രീ റൂമിനകത്ത് കയറി പോയിട്ട് കാണുന്നില്ല. അപ്പം അവിടെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് സംശയം തോന്നിയിട്ട് ആ ഹോട്ടലുകാരനോട് വന്നിട്ട് പറയും, ഇല്ല, ഇത് കണക്ക് എനിക്ക് സംശയം തോന്നുന്നുണ്ട്, അകത്തോട്ട് പോയ സ്ത്രീയെ കാണുന്നില്ല, അവിടെ ശബ്ദം കേൾക്കുന്നില്ല എന്ന് പറയും. അപ്പൊ ഇദ്ദേഹം പറയും, ഇല്ല, നമുക്ക് ഞാൻ പോലീസിന് ഫോൺ ചെയ്യാന്ന് പറയും. അങ്ങനെ പോലീസിന് ഫോൺ ചെയ്യും. പോലീസ് വന്ന് ജനൽ വഴി, അതായത് കതക് തുറക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. ഹോട്ടലുകാരുടെ കൂട്ടൊന്നുമല്ല, ഇവരതിനെക്കാട്ടി വലിയ കൂട്ടൊക്കെ ഇട്ട് അകത്തുനിന്ന് കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഉടനെ പോലീസ് വന്നിട്ട് പുറയിലത്തെ ജനലിൽ കൂടെ നോക്കും. ജനലിൽ കൂടെ നോക്കുമ്പോൾ ഒരു സ്ത്രീ കമന്ന് കിടപ്പുണ്ട്. അപ്പൊ പോലീസ് വഴക്ക് പറയും, കണ്ടോ, നിങ്ങൾ അത്രയും വലിയൊരു സ്വാമി, നിങ്ങൾ അവരുടെ വിശ്വാസം തകർത്തില്ലേ, അവർ ഉറങ്ങുന്നുണ്ടെന്ന് പറയും. പിന്നെ ഇവർക്കൊരു സംശയം, ഈ വെള്ളം അപ്പൊ വിളിച്ചിട്ട് ഈ മല്ലിക കിടക്കുന്ന ആൾ എണീക്കത്തില്ല. അപ്പൊ മല്ലികയാണെന്നുള്ളതാണ് ഇവരുടെ ഒരു ചിന്ത. അപ്പം വെളിയിൽ നിന്ന് ചെറിയ പൈപ്പ് വെച്ചിട്ട് വെള്ളം അടിക്കുമ്പോഴത്തേക്കും ഈ കമന്ന് കിടക്കുന്ന സ്ത്രീ എണീക്കത്തില്ല. അപ്പൊ അവര് കതക് കുത്തി തുറന്ന് അകത്ത് കയറുമ്പം അതും വേറൊരു സ്ത്രീയാണ്. അങ്ങനെ ഇവര് 9 പേരെ കൊല്ലും.
9 പേരെ കൊന്ന് ഇവരെ എങ്ങനെയാ പിടിക്കുന്നതെന്ന് വെച്ചാൽ ഇവര് ഈ കൊലയെല്ലാം കഴിഞ്ഞിട്ട് ഒരു ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കും. ബസ് സ്റ്റാൻഡിൽ അതായത് അപ്പൊ പിന്നെ ഇവരുടെ ജടയെല്ലാം കളഞ്ഞു എല്ലാം കളഞ്ഞൊരു സിമ്പിൾ ആയിട്ട് വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കും. അപ്പൊ ഇവരെ ഇങ്ങനെ നിരീക്ഷണത്തിന് വരുമല്ലോ പോലീസുകാരെ. അങ്ങനെ വന്ന ഒരാൾക്ക് ഒരു പോലീസുകാരന് സംശയം തോന്നി. ആ പോലീസുകാരൻ ചെന്നിട്ട് എന്താ എന്നാന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവരുടെ പേര് മാറ്റി. ഇവർക്ക് ഒത്തിരി പേരുണ്ട്, ഗോമതി, ലക്ഷ്മി, അങ്ങനെ പല ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. ഇവർ പേര് മാറ്റി പറയും. ശരി, നിന്നെ എനിക്ക് സംശയം തോന്നുന്നുണ്ട്, നീ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ വിളിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കും അവിടെ ചെന്ന് പോലീസുകാർ ചോദ്യം ചെയ്ത്, അപ്പം പോകുമ്പോൾ പറയുന്നത് എന്താണ്, നിങ്ങൾ എന്നെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്, ഞാൻ നല്ലൊരു സ്ത്രീയാണ്, എന്നെ ഇങ്ങനെ അപമാനിക്കരുത്. അപ്പൊ പോലീസുകാർ വിശ്വസിക്കും, അയ്യോ നമ്മൾ തെറ്റായ ഒരാളെയാണ് പിടിച്ചോണ്ട് വന്നത്, ശരി എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് ചോദ്യമൊക്കെ ചെയ്തിട്ട് ഇവരെ പറഞ്ഞു വിടാവുന്ന കരുതും. പോലീസുകാർക്ക് ഒരു കുറ്റബോധം തോന്നും, അയ്യോ ഇത്രയും നല്ലൊരു സ്ത്രീയല്ലേ, നമ്മൾ വേഷം കണ്ട് തെറ്റിദ്ധരിക്കരുതല്ലോ എന്ന് കരുതിയിട്ട് ഇവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തുന്ന സമയത്ത് മുന്നേ ഫസ്റ്റ് ചിട്ടി കൂടിയില്ലേ, ആ ചിട്ടി കൂടിയ ആൾക്കാർ പിന്നെയും വേറെ ആരോട് ചിട്ടി കൂടി. ഇവര് ഈ കബളിക്കപ്പെടാൻ വേണ്ടിയിട്ടിരിക്കുന്നവരാന്ന് തോന്നി കർണാടകക്കാര്. അവര് വേറെ ആരുടെ ചിട്ടി കൂടിയിട്ട് അവര് കബളിപ്പിച്ചിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ കേസ് കൊടുക്കാൻ വരുന്ന സമയത്താണ് ഇവരവിടെ ഇരിക്കുന്നത്. അപ്പൊ ഉടനെ ചോദിക്കും, അയ്യോ നിങ്ങൾ കെമ്പമ്മയെ പിടിച്ചോ, കാശ് കിട്ടുകയോ ചോദിക്കും. അപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലാകുന്നത് ഇത് കെമ്പമ്മയാണെന്നുള്ളത്. കർണാടക കേസ് വരും, കോടതി വരും, ഇവരെ ശിക്ഷിക്കും. അതായത് വധശിക്ഷയ്ക്കാണ് വിധിക്കുന്നത്. കർണാടകയിലെ ആദ്യത്തെ സ്ത്രീ വധശിക്ഷയ്ക്ക് വിധിച്ച ആളാണ് ഈ സൈനൈഡ് മല്ലികയിലെ കെമ്പമ്മ എന്ന് പറയുന്ന സ്ത്രീയെ. പക്ഷെ പിന്നീട് അവരെ ജീവപര്യന്തം തടവിലോട്ട് മാറ്റി. ഇപ്പൊ ഹിന്ദലക സെൻട്രൽ ജയിൽ കർണാടകയിലുണ്ട്. 2007 ഇവരെ പിടിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു സീരിയൽ കില്ലർ, സ്ത്രീ സീരിയൽ കില്ലർ എന്ന് പറയുന്നത് അവരാണ്. ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നിങ്ങളിത് കാണുന്ന സമയത്തും കെമ്പമ്മ ഇപ്പോഴും ഹിന്ദലകയിൽ ജയിലിലുണ്ട്, ജീവനോടുണ്ട്, അവരുടെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മല്ലിക ഓരോ സ്ത്രീകളെയും വശപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? അവരെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ച ആയുധമാണ് വിശ്വാസം, ട്രസ്റ്റ്. ഞാൻ നിങ്ങളുടെ എല്ലാം മാറ്റിത്തരും, നിങ്ങൾക്കെല്ലാം ഞാൻ ശരിയാക്കി തരും. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യമുണ്ട്. ഒന്നാമത്, ദൈവം എന്ന് പറയുന്നത് മൂന്നാമതൊരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. എത്ര ജന്മങ്ങളാണ് നമ്മുടെ നാട്ടിൽ നശിച്ചു തീരുന്നത്, എത്ര പെൺകുട്ടികളെ കൊണ്ടുവന്ന് എന്തെല്ലാം കാണിക്കുന്നു. ഇവിടെല്ലാം നമ്മളുടെ ദൈവത്തോടുള്ള അമിതമായ വിശ്വാസം, നമുക്ക് വിശ്വാസം വേണം, നമുക്ക് ദൈവമുണ്ട്, വിശ്വാസമുണ്ട്, ഓരോരുത്തരും ഓരോരോ വിശ്വാസത്തിൽ ജീവിക്കാം. പക്ഷെ ഒരു ഇടനിലക്കാരൻ വന്നിട്ട് ഞാൻ ദൈവത്തെ കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ അവനായിരിക്കണം ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ. കാരണം മനുഷ്യന് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്, ഏറ്റവും വലിയ ആളാകുക എന്നുള്ളതാണ്. എങ്കിൽ പിന്നെ ഈ പൂജാരി എന്തുകൊണ്ട് വലിയ പണക്കാരനാകുന്നില്ല? ഓരോ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് എല്ലാവർക്കും ഓരോ സങ്കടങ്ങളുണ്ടാവും. ഈ സങ്കടങ്ങളെ കണ്ടുപിടിച്ച് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വിശ്വാസത്തെ തകർത്ത് നേടിയെടുക്കുന്നതാണ് ഇതെല്ലാം. ഈ സ്ത്രീ ഉപയോഗിച്ച സൈനൈഡ് എന്ന് പറയുന്ന മരുന്നിനേക്കാൾ, വിഷത്തേക്കാൾ ഏറ്റവും വലിയ ആയുധം വിശ്വാസമായിരുന്നു, ട്രസ്റ്റായിരുന്നു. ആരെ വേണമെങ്കിലും വിശ്വസിക്കുക, അറിഞ്ഞുകൊണ്ട് വിശ്വസിക്കുക. എപ്പോഴും ആരെ വിശ്വസിച്ചാലും അവരുടെ മേലിൽ ഒരു ചോദ്യചിഹ്നം എപ്പോഴും ഉണ്ടാകണം. നിങ്ങൾക്ക് സൈനൈഡ് മല്ലികയുടെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ വേറെയും കഥകൾ ആവശ്യമുണ്ടെങ്കിലും കമന്റിൽ രേഖപ്പെടുത്താം. നന്ദി.